Good evening, my dear friends. Hope you are all doing well. I am Professor Gopalakrishnan, retired Professor of English and Principal Government College Malapalli, Vadakara. Welcome to my channel, Spoken English Inside Out. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സൂപ്രാ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. എന്താ സൂപ്രാ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ്? എക്സ്ക്യൂസ് മീ. എഴുതുമ്പോൾ ഉള്ളതും എഴുതുമ്പോൾ ഇല്ലാത്തതും സംസാരിക്കുമ്പോൾ വേണ്ടതുമായിട്ട് ചില എലിമെൻറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. അത് സംസാരിക്കുമ്പോഴേ വരാൻ പാടുള്ളൂ, എഴുതുമ്പോൾ കാണിക്കാൻ പറ്റില്ല. അതിനെന്ത് പറയാം? സൂപ്രാ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ്. അത് ഇംഗ്ലീഷിൻ്റെ എല്ലാ ഭാഷയിലുണ്ട്, വേർക്കാര്യം മലയാളത്തിൽ. ഇത് ഇംഗ്ലീഷിലെ ഞാൻ പറയുന്നത്. അത് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് ഒരു ആർക്കും കേൾക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഡിക്ഷണറി കാണുന്ന പോലെ തന്നെ നമ്മൾ ഒരു പ്രൊനൗൺസിയേഷൻ മാത്രമല്ല ഒരു വാക്കിനും ഒരു സെൻറ്റൻസിനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഡിക്ഷണറി അല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുന്ന ഭാഷയിൽ മാത്രമേ ആ ഭാഷയ്ക്ക് ജീവനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് മൃതഭാഷയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു മരിച്ച ഭാഷയായിട്ടാണ്. കാരണം ഈ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് ചേർക്കാതെയാണ് നമ്മൾ ഇന്ത്യക്കാരും മുഴുവനാടും മലയാളികൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി, അവർ സംസാരിക്കുന്ന അവരുടെ വിചാരം അവർക്കെല്ലാം അറിയാവുന്നതാണ്. ഇതൊക്കെ തന്നെ ഉണ്ട് ഇംഗ്ലീഷ്. കാരണം അവർക്ക് വലിയ ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുണ്ട്, ഇംഗ്ലീഷ് തന്നെ PG PhD എടുത്തവരാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചിട്ട് 100% വിശ്വാസമാണ് സംസാരിക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻ എന്താണ്? സാഹിബിൻ്റെ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാഹിബിനും സാഹിബ് സംസാരിക്കും നമുക്ക് മനസ്സിലാത്ത സിറ്റുവേഷൻ വരുന്നു. അത് നമുക്ക് എങ്ങനെ കടക്കാമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു വ്യക്തിയും പിടിയില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് ഒഴിവാക്കാൻ വേണ്ടി, അത് ഇല്ലാതാക്കാൻ വേണ്ടി, അത് അസാധ്യം എന്നാണ് ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത്. നമ്മൾ എഡ്യൂക്കേഷൻ പോലും അത് 100% സാധ്യമാണ്. അത് സാധ്യമാക്കുന്ന ഒരു പരിപാടിയിലാണ് നിങ്ങളുള്ളത്. ഓക്കെ, അത് സാധ്യമാകുന്നതിന് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തു. ഓക്കെ, പക്ഷേ അത് ലിസൺ ചെയ്യണം. എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം. ഓക്കെ, കാരണം ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസൈഡ് ഔട്ട് എന്നാണ്. ഓക്കെ, അത് വേറൊന്നും അതിനകത്തില്ല. ഓക്കെ, അത് ഉള്ളി പോലെ വെച്ചവരായിരിക്കും, ഒന്നും ഉണ്ടാകാൻ പാടില്ല ബാക്കി. ഓക്കെ, എല്ലാം. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. പക്ഷേ പ്രോഗ്രാം അവസാനിക്കുക ഞാൻ 2 പാർട്ടായിട്ട് ആണ് ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ അവതരിപ്പിക്കും. 2, ആ പ്രോഗ്രാം അതിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ 2 പാർട്ടായിട്ടാണ് പോവുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനത് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നുള്ള കാര്യം ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് ഞാൻ കമ്പയർ ചെയ്ത് നമ്മൾ മസാല ചേർക്കേണ്ട ബിരിയാണി ചേർക്കുന്ന മസാലയെ പറ്റിയാണ്. ഓക്കെ, മസാല എഴുതിപ്പിന് ബിരിയാണി അല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ഈ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ. ഓക്കെ, അത് 1 by 1 ഞാൻ അവതരിപ്പിക്കുകയാണ്. നമ്മൾ തുടങ്ങി വെച്ചത് വേർഡ് സ്ട്രെസ് നമ്മൾ ഇന്ന് തുടങ്ങി വെച്ചു. ഇതിൽ ഏറ്റവും വലിയ കൺസ്ട്രെയിൻറ്റ് സമയമില്ലാത്തതാണ്. 10 മിനിറ്റോടെ തീർന്നിട്ട് പിന്നെ അപ്ലോഡ് ആകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ അപ്ലോഡ് ആകുന്ന കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മേ ബി ഒരു 10-15 മിനിറ്റൊക്കെ മിനിമം സെഷൻ വേണ്ടി വരും, എന്നാലും തീരുള്ളൂ. സാരമില്ല, ഞാൻ 10 മിനിറ്റ് തീർക്കുന്നതായിരിക്കും. അപ്പം ഈ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണെങ്കിൽ സാഹിബിൻ്റെ ഇംഗ്ലീഷ് ഒരു മാസം 2 മാസം അങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരുന്നാലേ മതി. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സംസാരിക്കും. പക്ഷേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരാൾ പഠിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്കത് സംസാരിക്കാനല്ല, ആ സംസാരം എന്തുകൊണ്ടാണ് സംസാരം നമുക്ക് അറിഞ്ഞുകൂടും. നമ്മൾ മലയാളമൊക്കെ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു. മലയാളം പഠിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് വിഷമമായിരിക്കും. കാരണം അതിൻ്റെ മിറ്റുവിന പറ്റുവിന എന്നൊക്കെ പറഞ്ഞ പോലെ പല സാധനം ഉണ്ടാക്കും. നാമം ക്രിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്യണം. അതിൻ്റെ നാമകാര്യം എന്ന് പറഞ്ഞാൽ തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഡെപ്തിലേക്ക് പോയാൽ എന്തുകൊണ്ടാണ് ഒരു വേർഡ് പ്രൊണൗൺസ് ചെയ്യുക അങ്ങനത്തെ
നമുക്ക് പഠിപ്പിക്കുന്ന വരിക. ആ ഒരു സെഷനാണ് ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിന് ഈ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സായിപ്പിൻ്റെ ഇംഗ്ലീഷ് മാത്രം ശ്രദ്ധിക്കുക, ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് ശ്രദ്ധിക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, നന്നായിട്ട് സംസാരിക്കാനും പറ്റും. അതിന് ഇന്ത്യക്കാരുടെ ഒരു പ്രോഗ്രാമും ചേരേണ്ട ആവശ്യമില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊന്നും ചേരാതെ തന്നെ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് സംസാരിക്കുക. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സായിപ്പിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഏത് ഭാഷ നമ്മൾ പഠിക്കുന്നത്. ഹിന്ദി പഠിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോയി 2 മാസം താമസിച്ചാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം താമസിച്ചാൽ അവരെക്കാൾ നല്ല ഹിന്ദി പഠിക്കും. എന്തുകൊണ്ട്? ആരും പഠിപ്പിച്ചില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഏത് ഭാഷയും, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഓക്കെ, അതുകൊണ്ട് ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് പരിപാടിയല്ല. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ പേര് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസൈഡ് ഔട്ട് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങൾ കഴിയുന്ന ആളുകൾക്ക് എത്തിക്കുക, ഒരു ഷെയറൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, യു മേ ഡു ഇറ്റ്. ഓക്കെ, ആദ്യം ലിസൺ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, വാട്ട് ആർ ദ സൂപ്പർ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ്, 1 by 1 നമ്മൾ എടുക്കുക. ഒന്നാമതാണ് വേർഡ് സ്ട്രെസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓരോ വാക്കിലും ഇംഗ്ലീഷിൽ സ്ട്രെസ് ചെയ്താണ് പറയാൻ വേണ്ടി. കാരണം ഇംഗ്ലീഷ് ഒരു സ്ട്രെസ്ഡ് ഭാഷയാണ്. STRESSED, സ്ട്രെസ്ഡ് ഭാഷയാണ്. ഓക്കെ, അത്തരം ഭാഷ ലോകത്ത് വളരെ അപൂർവമാണ്. ഒരു 10-15 ഭാഷ ആകെ ലോകത്ത് തന്നെ ഉള്ളൂ. 10,000-6,000 ഭാഷകളുള്ള ഈ ലോകത്തിൽ വെറും 10-15 മാത്രമേ സ്ട്രെസ്ഡ് ഭാഷയുള്ളൂ. അതിലൊന്നായി ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ്. ഈ കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെ ഒന്നാമത് ഇംഗ്ലീഷ് ടഫാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു സംസാരിക്കുമ്പോൾ സ്ട്രെസ് ചേർത്ത് വേണം പറയാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏഷ്യയിൽ തന്നെ മറ്റൊരു സ്ട്രെസ് ചേർക്കുന്നത് അറബിക്കാണ്. അപ്പോൾ അറബിക്ക് ഇംഗ്ലീഷ് ഏകദേശം ഒരേപോലെ ആയിരിക്കും പ്രൊനൗൺസിയേഷൻ. അറബിക് അറിഞ്ഞത് പ്രൊനൗൺസിയേഷൻ റൂൾസൊക്കെ അറബിക്കും ഇംഗ്ലീഷിനും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. കാരണം രണ്ടും സ്ട്രെസ്ഡ് ഭാഷകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താണ്, നമ്മൾ പറഞ്ഞു വെച്ചത് വാട്ട് ഈസ് വേർഡ് സ്ട്രെസ്. 1 syllable in every English word shall be stressed and the other syllable shall be unstressed in a graded manner when you pronounce an English word. Okay, when you pronounce an English word in the dictionary context, especially. Okay, that's it. 1 syllable shall be stressed and the other syllable shall be unstressed in a graded manner when you pronounce an English word. For example, നമ്മളിന്ന് എടുത്ത് MOTHR മദർ എന്നുള്ള വേർഡ് ആണ്. മദർ എന്ന പ്രൊനൗൺസിയേഷൻ 2 സിലബിളാണ്, മദ് ആൻഡ് എയറാണ്. അതിൽ മദ്ദാണ് സെക്കൻഡ്. ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാവും മദ്ദിന് മേലെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അത് ശബ്ദം കൂട്ടി പറയുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശബ്ദം കൂട്ടി പറയാൻ അർത്ഥം. ശബ്ദം കൂട്ടി പറയുക. എന്ന് പറഞ്ഞാൽ ശബ്ദം കുറച്ച് പറയുക. മദ് ഫാദ് മദ്. ഓക്കെ, ബ്രാസ്. ഓക്കെ, 1 syllable is stress and other is unstress. അപ്പോൾ അതൊരിക്കലും എന്താണ്, മദർ ഫാദർ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല. നേരെ മറിച്ചുണ്ടാവും. ചിലപ്പം സ്ട്രെസ് 2ാം സിലബിളായിരിക്കും. ഫോർ എക്സാമ്പിൾ പാർട്ട് പാട്ടിന് 2 സിലബിൾ, പാട്ടിന് മേലാണ് സ്ട്രെസ്. 2ാം സിലബിൾ സ്ട്രെസ്. അപ്പം പാട്ട് ശബ്ദം കൂട്ടണം, താഴെ അപ്പോൾ പാർട്ട്. ഓക്കെ, വേ താഴെ വേ മേലെ. പാർട്ട് വേ, അത് അപ്പാർട്ട് എവേ എന്ന് പറഞ്ഞ് തെറ്റി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല. ആ ഭാഷ തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും അത് തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അത് ശരിയാണ്. ഓക്കെ, ഇനി 3 സിലബിൾ എടുക്കുന്ന മറ്റൊരു വേർഡ് നാസ് 3 സിലബിളുണ്ട്. നാസ്. ഇത് എവിടെയാണ് 2ാം സിലബിൾ സ്ട്രെസ് ചെയ്യുന്നത്? ഇത് നാദർ നാദർ നാദർ. ഓക്കെ, അതാണ്. അപ്പോൾ ഇത് 2ാം സ്റ്റേജ്. അപ്പോൾ 3ാം സ്റ്റേജ് നദ്, ഫസ്റ്റ് സ്റ്റേജ് 4th സ്റ്റേജ് നാദർ. ഓക്കെ, സമയം അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. പ്ലീസ് ഷെയർ. ഓക്കെ, സബ്സ്ക്രൈബ്. Thank you so much.